നമസ്കാരം. കൃഷിദർശൻ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഇതേ ദിവസം സന്മാർഗദായിനി സ്മാരക ഗ്രന്ഥശാലയുടെ കാർഷികോത്സവത്തെ സംബന്ധിച്ച പരിപാടികളാണ് ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തന്നത്. ഇന്ന് അതോടനുബന്ധിച്ച് തന്നെ തേനീച്ച വളർത്തലിന് സന്മാർഗദായിനി ഗ്രന്ഥശാല നൽകുന്ന സംഭാവനകളും ഒപ്പം തേനിൻ്റെ വിപണന സാധ്യതകളിലേക്കും നമ്മൾ കടന്നു ചെല്ലുകയാണ്. ഈ ഗ്രന്ഥശാലയുടെ ഭരണസമിതി അംഗമാണ് ശ്രീ RS ഗോപകുമാർ. അദ്ദേഹം ചാണപ്പാറയിൽ നടപ്പിലാക്കുന്ന തേൻ പരിപോഷണ പരിപാടികളിലേക്കാണ് ഇന്ന് നമ്മൾ കടന്നു ചെല്ലുന്നത്. ശ്രീ RS ഗോപകുമാറിനോടൊപ്പമാണ് ഇപ്പോൾ നമ്മൾ ഒരു തേനീച്ച തോട്ടത്തിൽ, റബ്ബർ തോട്ടത്തിനകത്തുള്ള തേനീച്ച തോട്ടത്തിനകത്ത് നമ്മൾ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തേനീച്ച വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ശ്രീ ഗോപകുമാർ, എൻ്റെ ചുറ്റും ഇപ്പോൾ തേനീച്ച നിറഞ്ഞു നിൽക്കുകയാണ്. പേടിക്കേണ്ടതുണ്ടോ? ഇല്ല. എന്താണ്? ഞാൻ ഒരു 26 വർഷമായിട്ട് തേനീച്ച വളർത്തുന്ന കർഷകനാണ്. സന്മാർഗദായിനി സ്മാരക വായനശാലയുടെ അംഗമാണ്. സന്മാർഗദായിനി വായനശാലയിൽ അംഗമായിട്ടുള്ള ശ്രീ മുല്ലക്കര രത്നാകരൻ സാറ് MLAയും ഇവിടുത്തെ കൃഷി വകുപ്പ് മന്ത്രിയായും വരുന്ന സാഹചര്യത്തിലാണ് 2007 ഹോർട്ടികോർപ്പ് എന്നെ അംഗീകൃത ബീ ബ്രീഡറായി തിരഞ്ഞെടുത്തു. അതിനുശേഷം 10,000 കണക്കിന് കർഷകർക്ക് തേനീച്ച വളർത്തൽ പരിശീലനം നൽകുന്നു. ഇന്നും നമ്മുടെ വായനശാലയിൽ 200ഓളം കർഷകർക്ക് 4 ബാച്ചുകളിലായി പരിശീലനം നൽകുന്നുണ്ട്. അതിൽ ചാലക്കുടി മുതൽ ചെങ്ങന്നൂർ, ചാലക്കുടി, പാലക്കാട് പല ഡിസ്ട്രിക്റ്റിലുള്ള കർഷകർ വരെ നമ്മുടെ വായനശാലയിൽ വന്ന് താമസിക്കുകയും അവർക്ക് 40% സബ്സിഡി നിരക്കിൽ ഇന്ത്യൻ തേനീച്ചക്കൂട് എപ്പിസറാന ഇൻഡിക്ക എന്ന് പറയുന്ന ഇന്ത്യൻ തേനീച്ച കോളനികൾ നൽകുകയും അത് അവിടുത്തെ കൃഷിഭവനിൽ നിന്നും അവർ ഇവിടെ പരിശീലനത്തിൽ പങ്കെടുത്തതിന് ശേഷം ഞങ്ങൾ നൽകുന്ന അപേക്ഷ അവിടെ നിന്ന് ആ കൃഷിഭവനിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവരണം. അപ്പോൾ ഞങ്ങളുടെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഹോർട്ടികോർപ്പിൻ്റെ നിബന്ധനകൾക്ക് വിധേയമായി 40% സബ്സിഡിയൊക്കെ തേനീച്ചക്കൂട് 40% സബ്സിഡിയൊക്കെ തേനീച്ചക്കൂടുകൾ വിതരണം ചെയ്യും. 60% പൈസ ഓരോ കർഷകനും അടയ്ക്കണം. ഒരു കർഷകന് 20 പെട്ടി വരെ നമുക്ക് നൽകാൻ കഴിയും. എന്നാൽ ആളുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ ഒരാളിന് 5 അല്ലെങ്കിൽ 10 ആയിട്ട് നമ്മൾ പരിമിതപ്പെടുത്തുന്നുണ്ട്. ഞങ്ങളുടെ ഇവിടെ ഒരു 50ഓളം കർഷകർ തന്നെ ഇത് ഞങ്ങളുടെ ഉപ യൂണിറ്റുകളായി കർഷകർ ഇത് തേനീച്ച വളർത്തുന്നുണ്ട്. ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു തേൻകാലം ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. ശരിക്കും റബ്ബർ മരങ്ങളൊക്കെ തളിരിടുന്ന ഒരു മാസം അല്ലേ ഈ നവംബർ? നമ്മൾ 12 മാസത്തെ നമ്മൾ 3ആയി തിരിച്ചിട്ടുണ്ട്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ തേനുൽപാദന കാലം. ഏപ്രിൽ കഴിഞ്ഞ് മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ് ക്ഷാമകാലം. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ വളർച്ചാകാലം. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന വളർച്ചാകാലത്തിലാണ്. ഇപ്പോഴാണ് കോളനികൾ പുതിയതായിട്ട് ഡിവൈഡ് ചെയ്ത് പുതിയ കൂടുകൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ തേനീച്ചകളുടെ പുതിയ റാണിയെ കൊണ്ടുവരിക, ആരോഗ്യമുള്ള റാണിയെ കൊണ്ടുവരിക, കർഷകർക്ക് പരിശീലനം നൽകുക. തേനീച്ചകളുടെ വളർച്ചാകാലത്തിലാണ് ഈ പരിപാടികളെല്ലാം ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. എന്തായാലും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ചെവികളിലേക്ക് തേനീച്ചകളുടെ മധുര മർമ്മര ശബ്ദം എത്തുകയാണ്. വളരെ മനോഹരമായിട്ട് അവരുടെ മൂളിപ്പാട്ട് നമുക്ക് ചുറ്റും നടക്കുകയാണ് അല്ലേ? അതെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു ഞൊടിയൽ തേനീച്ചക്കൂട്ടിൻ്റെ ഫ്രണ്ടിലാണ്. ഇത് ഞൊടിയൽ തേനീച്ച ഒരു പ്ലെയിൻ ബീസ് എന്ന് പറയുന്ന യെല്ലോ കളറിലുള്ള ഒരു ബീസാണ്. ഇത് കൂടുതൽ തേൻ ഉൽപ്പാദിപ്പിക്കുന്നു. വെള്ളായണി കാർഷിക കോളേജിൻ്റെ ഗവേഷണം നടക്കുന്ന ഒരു എപ്പിയർ കൂടിയാണിത്. വെള്ളായണി കാർഷിക സർവകലാശാലയുടെ സഹായത്തോടു കൂടിയാണ് രോഗപ്രതിരോധ ശേഷിയുള്ള കോളനികളെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് ദേവനേശൻ്റെ നേതൃത്വത്തിലുള്ള ഗവേഷണം നടക്കുന്ന ഒരു പെട്ടി കൂടിയാണിത്. അപ്പോൾ ഈ പെട്ടിയിൽ നമ്മുടെ 2-3 ജനുസുകളെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എപ്പിസറാന ഇൻഡിക്ക എന്ന് പറയുന്ന ഇന്ത്യൻ തേനീച്ചയിൽ തന്നെ പ്ലെയിൻ ബീസും ഹിൽ ബീസും ഉണ്ട്. ഹിൽ ബീസിനെ നമ്മൾ റോസ്മലയിൽ നിന്ന് ഉള്ള ആര്യങ്കാവ് റോസ്മല വനങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ക്യൂനുകളെ യെല്ലോയിൽ കൊടുത്ത് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവേഷണങ്ങളാണ് ഈ എപ്പിയിൽ നടക്കുന്നത്. ഇതിൽ KK ശൈലജ എന്ന് പറയുന്ന റിസർച്ച് അസോസിയേറ്റും ഈ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പങ്കെടുക്കാറുണ്ട്. പ്രേക്ഷകർക്ക് കാണുമ്പോൾ അറിയാം, ഈ തേനീച്ചക്കൂട്ടിൽ പ്രത്യേകിച്ചും ഒരു മഴ സമയമാണിപ്പോൾ. ഒരു മഴക്കാർ മൂടി നിൽക്കുകയാണ്. എപ്പോഴും മഴ പെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഗോപൻ്റെ ഒരു സഹായി സ്ഥിരമായിട്ട് സ്മോക്കർ ഉപയോഗിച്ച് ഈ തേനീച്ചകളെ സൈലൻ്റ് ആക്കി നിർത്തിയിരിക്കുകയാണ്. എങ്കിലും നമുക്ക് അവയുടെ കൂട്ടിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. അവരുടെ വിശേഷങ്ങൾ കൂടുതലായിട്ട് അറിയാം അല്ലേ? ഈ ഒരു കൂടും തുറക്കാമല്ലോ? തുറക്കാം. മേൽമൂടി ഇതാ തുറക്കുകയാണ്. അതിൻ്റെ ഉള്ളിലായിട്ട് ഇതാ കാണാം തേനീച്ചകൾ. ഇതിനകത്ത് പഞ്ചസാര, ക്ഷാമകാലത്ത് പഞ്ചസാര കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കൂടിനുള്ളിൽ ചിരട്ട വച്ചിരിക്കുന്നത്. നമുക്ക് പണ്ട് കാലങ്ങളിൽ നമ്മൾ തേങ്ങയുടെ ചിരട്ടയാണ് വെച്ചിരുന്നത്. നമ്മൾ 1000ഓളം കൂടുകൾ വളർത്തുമ്പോൾ നമുക്ക് തേങ്ങയുടെ ചിരട്ട യഥാസമയം കിട്ടാതെ വരും. ശരിക്കും വലിപ്പമുള്ള ഏകദേശം 250 ഗ്രാം പഞ്ചസാര ലൈന് വരെയാണ് ഒരു കൂടുകൾ നമ്മൾ കൊടുക്കേണ്ടത് വരുന്നത്. ഒരു കൂട്ടിൽ 250 ഗ്രാം പഞ്ചസാര. അത് ഒരാഴ്ചയിൽ ഒരിക്കലാണ് നമ്മൾ കൊടുക്കേണ്ടത്. പഞ്ചസാര കൊടുക്കുമ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ നല്ല ധരണിയുടെ പഞ്ചസാരയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കരിമ്പിൽ നിന്നുള്ള പഞ്ചസാരയാണ് തേനീച്ചയ്ക്ക് ഭക്ഷണമായി കൊടുക്കാൻ ഏറ്റവും നല്ലത്.
അതിലുപരി നമ്മൾ ഈ തേനീച്ചക്കൂടിനെ നല്ല തേൻ കിട്ടുന്ന മേഖലകളിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് പഞ്ചസാര കൊടുക്കുന്ന അല്ലെങ്കിൽ ക്ഷാമകാലത്ത് ഈ ഫീഡിങ് കൊടുക്കുന്നത് കുറേ ഒഴിവാക്കാൻ കഴിയും. അത് ഏറ്റവും മുകളിലത്തെ ട്രെയിലാണല്ലോ നമ്മളിത് വെക്കുന്നത് അല്ലേ, ഈ പഞ്ചസാര ലായനി വെക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ തേൻ അറിയെന്ന് പറയാൻ പറ്റില്ല അല്ലേ? അല്ല, ഇത് ഇപ്പോൾ നമ്മൾ പഞ്ചസാര കൊടുപ്പ് നിർത്തിയിരിക്കുകയാണ്. കാര്യം ഇവിടെയൊക്കെ ഇത് തൊട്ടടുത്തുള്ള ഒരു 1/2 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു പാടത്ത് നിറയെ ചീനി പൂത്ത് കിടക്കുകയാണ്. അപ്പോൾ ചീനിയുടെ തേൻ നിറയെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ 2 ആഴ്ച കൊണ്ട് പഞ്ചസാര കൊടുക്കുന്നില്ല. അപ്പോൾ അത് മുകളിലോട്ടൊക്കെ ഉള്ള അടകളിൽ കയറി കെട്ടി തേനാണ് ഈ കൂടുകളിൽ ഇപ്പം നിറഞ്ഞു കിടക്കുന്നത്. നമുക്കപ്പോൾ തേനട ഒരെണ്ണം എടുത്താലോ? എടുക്കാം, പ്രേക്ഷകർക്ക് കാണുന്നതിന് വേണ്ടി. വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഒരുപാട് സ്പീഡ് കാണിച്ചാൽ തേനീച്ചകൾക്ക് ഇഷ്ടമല്ല. ഇതിലിപ്പോൾ ഡ്രോൺ ഈച്ചകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഡ്രോൺ ഈച്ചകൾ വരുന്ന സമയത്താണ് കൂടുകൾ വിഭജനം ചെയ്യേണ്ടത്. ആണീച്ചകൾ. അപ്പോൾ ആണീച്ചകളുള്ള സമയത്താണ് ഇപ്പം ഈ ഒരു എപ്പിയറിൽ ഒരു കൂട്ടിലെങ്കിലും ആണീച്ച ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൂടുകൾ ഡിവൈഡ് ചെയ്യാവൂ. ഇതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ ചെറുതേനീച്ചയെ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം നമുക്ക് വേറെ സ്റ്റാൻഡുകൾക്ക് ലാഭപ്പെടുത്തുന്നതിന് വേണ്ടി ചെറിയ തേനീച്ചയെ കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് കെട്ടുക, എന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് മറ്റ് എപ്പിയറിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അതിൽ നമുക്ക് റാണി ഉണ്ടോ? ഇതിനകത്ത് റാണിയുണ്ട്. ഇത് എൻ്റെ മടിയൻ ഈച്ചയാണ്. ഇതെല്ലാം വേലക്കാരി ഈച്ചകളാണ്. ഇതിനടിയിലായിരിക്കും റാണി ഉള്ളത്. ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് റാണിയെ വേണമെങ്കിൽ നോക്കുമ്പോൾ എത്രത്തോളം തേൻ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതിലൊരു 10-250 ഗ്രാമോളം തേൻ കൊണ്ടായിരിക്കും. നല്ല ഹണി സീസണിലാണെങ്കിൽ ഇതിൽ നിന്ന് ഒരു 1/2 കിലോയോളം തേൻ നമുക്ക് ലഭിക്കും. ഒരു അടയിൽ നിന്ന് 1/2 കിലോ. അപ്പോൾ ശരി, അത് തിരിച്ചു വെച്ചിട്ട് ഇത് നമ്മളിപ്പോൾ ഒരു തേൻ എടുക്കുന്നതും കൂടി പ്രേക്ഷകർക്ക് വേണ്ടി കാണിച്ചു തരുന്നുണ്ട്. കാരണം ഈ ഒരു എക്സിബിഷനിൽ പ്രദർശിപ്പിക്കാനുള്ള തേൻ ഇവിടെ നിന്ന് ഈ ഒരു കർഷകൻ സംഭരിച്ച് സന്മാർഗദായിനി സ്മാരക ഗ്രന്ഥശാലയുടെ കാർഷികോത്സവത്തിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ അടുത്തിനി കാണാൻ പോകുന്നത്. എന്നാലും നമുക്ക് അതിന് മുമ്പ് താഴത്തെ അല്ലേ പുഴുവറയും കൂടെ ഒന്ന് കാണിക്കാം. നമ്മൾ ഫീഡിങ് കൊടുക്കുന്ന പാത്രമാണ്. ഫീഡിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഫീഡിങ് നിർത്തി വെച്ചിരിക്കുകയാണ്. പഞ്ചസാര ലൈന് കൊടുക്കേണ്ടത്. തേനീച്ചകളിലേക്ക് നമുക്ക് മൈക്ക് കൈമാറാം അല്ലേ? അവയുടെ മനോഹരമായ ശബ്ദബീജികൾക്കായി നമുക്ക് കാതോർക്കാം. താഴത്തെ തട്ടാണ്. താഴത്തെ തട്ട് വളരെ സ്പീഡിൽ നമ്മൾ കൈയും കാലും അനക്കാൻ പാടില്ല. തേനീച്ചകൾ അത് ഇഷ്ടപ്പെടുന്നില്ല. താഴത്തെ തട്ടെന്ന് പറയുന്നത് ഇത് പുഴുവറ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ? ബ്രൂഡ് ചേമ്പർ പുഴുവറ. ഇവിടെയാണ് തേനീച്ചകൾ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന, വളർത്തുന്ന അവരുടെ നഴ്സറി. അവിടെയുമുണ്ട് നിറച്ച് തേനീച്ചകൾ. ഇത് ഡിവൈഡ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു തേനീച്ചക്കൂടാണ്. ഇതിൻ്റെ റാണിയാണ് ഈ കാണപ്പെടുന്നത്. റാണി ഇതാ അദ്ദേഹം തൻ്റെ കയ്യിലെടുത്ത്. റാണിക്ക് വലിപ്പക്കൂടുതലുണ്ട്. വലിപ്പക്കൂടുതലുകൊണ്ടാണ് റാണിയെ തിരിച്ചറിയാൻ പറ്റുന്നത്. നോക്കൂ, റാണിതാ ഇതാണ് വലിപ്പക്കൂടുണ്ട്. ഈ റാണിയാണ് ഇതിൻ്റെ കേന്ദ്ര ബിന്ദു. നീളവും കൂടുതലുണ്ട്. റാണി ഈച്ചയാണ് ഈ കോളനിയെ നിലനിർത്തുന്നതും. റാണി ഈച്ചയെ ചുറ്റിപ്പറ്റിയാണ് ആണീച്ചകളും പെണ്ണീച്ചകളും ഒക്കെ ഈ കോളനിയിൽ ജീവിക്കുന്നത്. ഇതാ റാണി നമുക്ക് തിരിച്ച് കൂട്ടിലിട്ടുവിടാം. കുറച്ച് ഈച്ച ഉണ്ടെങ്കിൽ അവിടെ നിൽക്കുക. ശരി. എൻ്റെ അടുത്ത് തന്നെ പരീക്ഷണം വേണോ? ശരി. റാണി ഈച്ചകൾ ഇതാ തിരിച്ച് നമുക്ക് റാണി ഈച്ച നമുക്ക് കൂട്ടിലോട്ട് വിടാം അല്ലേ? അടുത്ത് നമുക്ക് അടയിലേക്ക് റാണി ഈച്ചയെ കയറ്റി വിട്ട് കഴിഞ്ഞു. ഇതിൽ മുകളിലേക്ക് പൊങ്ങിക്കാണുന്നത് ഡ്രോൺ ബീസിൻ്റെ അല്ലെങ്കിൽ മടിയൻ ഈച്ചയുടെ സെല്ലുകളും നിരന്ന് കാണുന്നത് വർക്കർ ബീസിൻ്റെ സെല്ലുകളുമാണ്. ഇതിൻ്റെ അടിഭാഗത്തായിട്ട് റാണിയുടെ സെല്ലുകൾ ഉണ്ടാവും. റാണിയുടെ സെല്ലുകൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് റാണിയെയും പകുതി ഈച്ചയെയും മാറ്റണം. അല്ലെങ്കിൽ ഏകദേശം അടുത്ത മാസത്തോടു കൂടി സ്വാഭാവികമായിട്ട് തന്നെ റാണി സെല്ലുകൾ ഉണ്ടാവും. നമുക്കപ്പോൾ ഒരു കാര്യം അടുത്ത ഘട്ടത്തിലോട്ട് കിടക്കാം. തേൻ എടുക്കാം അല്ലേ? അധികം നിന്ന് അവരെ നമുക്ക് പരീക്ഷിക്കണ്ട. ഇതിൽ തേനിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഒരു റീപ്പർ ഇട്ട് കൊടുക്കാത്തതുകൊണ്ടാണ് ഇതിൻ്റെ ഈ സൈഡിലായിട്ട് കുട്ടിയടകൾ കെട്ടുന്നത്. ഈ മെഴുകിനെ നമുക്ക് ഉരുക്കി കഴിഞ്ഞാൽ 100 ഗ്രാം മെഴുകിൽ 500 ഗ്രാം വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ ബാം ഉണ്ടാക്കാനായിട്ട് കഴിയും. ഓക്കെ, ഒരു തേനട ഇപ്പോൾ അതിൽ നിന്ന് തേനീച്ചകളെ നീക്കം ചെയ്യുകയാണ്. നമ്മൾ ആ തേൻ ശേഖരിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം തേനട എടുത്തിട്ട് ആ തേനീച്ചകളെ പരമാവധി തിരിച്ച് കൂട്ടിലേക്ക് വിടുക എന്നുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. അത് കഴിഞ്ഞു എന്നിട്ട് ഇതിൻ്റെ സീൽ ചെയ്തിട്ടുള്ള ഭാഗം ഉണ്ടെങ്കിൽ ആ സീൽ ചെയ്തിട്ടുള്ള ഭാഗം നമ്മൾ നൈസായിട്ട് കയറ്റി ഇറക്കി ഇങ്ങനെ ചെത്തണം. പേപ്പർ കനത്തിന് വളരെ ഉള്ളിത്തൊലിയുടെ കനത്തിന് നമ്മളിങ്ങനെ ചെത്തിയെടുക്കുക. ചെത്തിയെടുത്തതിന് ശേഷം ഹണി എക്സ്ട്രാക്ടറിൽ വെച്ച് കറക്കണം. അടയുടെ 2 വശത്തും തേനീച്ച തേൻ കൊണ്ട് ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം മെഴുക് ഉപയോഗിച്ച് അത് നല്ലോണം സീൽ ചെയ്യും. അങ്ങനെ സീൽ ചെയ്യുന്ന ആ അറകളെ നമ്മൾ മെഴുക് പതുക്കെ മാറ്റുകയാണ്. ഒരു വളരെ നൈസായിട്ട് ഒരു തേനട കത്തി കൊണ്ട് ചെത്തി നീക്കുകയാണ്. അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഹണി എക്സ്ട്രാക്ടറിൽ വെച്ച് തേൻ ശേഖരണ യന്ത്രത്തിൽ വെച്ചിട്ട് ഇതിനെ പ്രവർത്തിപ്പിച്ച് തേൻ എടുക്കാൻ പറ്റുകയുള്ളൂ.
രണ്ട് സൈഡ് നമ്മൾ നന്നായിട്ട് ചെത്തണം. അടുത്ത സൈഡിൽ ചെത്തുകയാണ് തേനീച്ച. പരമാവധി തേനീച്ചകൾ നമ്മൾ അപകടപ്പെടുത്താതെ നോക്കാം. ചെത്തിയെടുക്കുമ്പോൾ നമുക്ക് ഇതിനെ പാട പോലെ കിട്ടും. ഇത് നമുക്ക് വീണ്ടും മെഴുകായിട്ട് ഉപയോഗിക്കാൻ പറ്റും. മെഴുകിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ്? മെഴുകിൻ്റെ ഉപയോഗം നമുക്ക് ബാമുണ്ടാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഒഴുക്കി ഒഴിക്കുന്നതിന്, അതുപോലെ തന്നെ മെഴുകുതിരി ഉണ്ടാക്കുന്നതിന്, പിന്നെ പോളിഷുകളൊക്കെ ഉണ്ടാക്കുന്നതിനൊക്കെ ഈ മെഴുകുകൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നു. നമ്മൾ ക്യാപ്സൂൾ രൂപത്തിലുള്ള ഗുളികകളുടെ പുറത്ത് കോട്ടിങ് ഈ തേനീച്ചയുടെ ശുദ്ധമായ മെഴുകാണ്. നമുക്ക് തേനെടുക്കാനായിട്ടുള്ള ശ്രമം നടത്താം. തേനെടുക്കാം. തേൻ ശേഖരണ യന്ത്രത്തിലേക്ക് പതിയെ ആ തേനട വയ്ക്കുകയാണ്. അവിടെയും ചെത്തേണ്ട ആവശ്യമുണ്ടോ? വൃത്തിയാക്കിയ തേൻ ശേഖരണ യന്ത്രത്തിലേക്ക് തേനടകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഒന്ന് പിന്നെ വാക്സിൻ ഉപയോഗിക്കണം അല്ലേ? തേൻ മെഴുകെടുത്ത് നമ്മൾ വല്ല ഇതിനൊക്കെ വിലയുണ്ട്. 1 കിലോ വാക്സിന് 600 രൂപ വരെ വിലയുണ്ട്. തേനേക്കാൾ വിലയുള്ള ഒരു പിന്നെ തേനീച്ചക്കൂട്ടിൽ നിന്ന ഒരു പ്രൊഡക്റ്റാണ് വാക്സിന് തേനേക്കാൾ ഇന്ന് വിലയുണ്ട്. തേനിന് വിപണിയിൽ 300 രൂപ വരെ വിലയുള്ളപ്പോൾ വാക്സിന് 600 രൂപയാണ് 1 കിലോ വാക്സിൻ്റെ വില. അടുത്ത തേനടയും കൂടെ കുട്ടിയിലേക്ക് ഇങ്ങനെ ചാരി വെക്കണം. ചാരി വെച്ചതിന് ശേഷം തേൻ ശേഖരണ യന്ത്രത്തിൽ ഇപ്പോൾ നമ്മൾ 2 അട വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ പിടിക്കുക. പിടിച്ചിട്ട് 1, 2, 3 ഇങ്ങനെ 3 കറക്ക് കറക്കുമ്പോൾ ഇതിലുള്ള തേനുകൾ ഇതിനകത്തേക്ക് വീണ് കഴിയും. ഒരു സൈഡിലുള്ള വീണ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിനെ എടുത്തിട്ട് ഈ ഭാഗത്തുള്ള തേനെല്ലാം വീണ് കഴിഞ്ഞു. ഈ ഹോളുകളിലും തേനില്ല. വീണ്ടും അതിനെ തിരിച്ച് ഈ നെറ്റിൻ്റെ ഭാഗത്തേക്ക് തിരിച്ചു വെച്ച് കൊടുക്കാം. ഒരു പ്രാവശ്യം കറക്കിന് ശേഷം രണ്ടാമത് വീണ്ടും തിരിച്ചു വെച്ച് കൊടുക്കാം. രണ്ടും അങ്ങനെ ചെയ്യണം. ഇത് നമ്മളിങ്ങനെ കറക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തുള്ള തേൻ ഹണി സീസൺ. ഇപ്പം നമ്മൾ നല്ലൊരു സീസണിലല്ല നിൽക്കുന്നത്. ഹണി സീസണിലാണെങ്കിൽ ഇതിനകത്ത് ഒരു 1/2 കിലോളം തേൻ കിട്ടും. ഇപ്പോൾ ഇതിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന തേനെന്ന് പറയുന്നത് നമ്മുടെ ചീനിയൊക്കെ പൂക്കുമ്പോൾ കപ്പയൊക്കെ പൂക്കുന്ന തേനാണ് ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളിത് ഈ അടകൾ തന്നെ കേടുകൂടാതെ കൂട്ടിനകത്തേക്ക് കൊടുക്കണം. അപ്പോൾ വീണ്ടും ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും തേനീച്ചകൾ ഇതിനകത്തേക്ക് തേൻ കൊണ്ടുവന്ന് നിറയ്ക്കും. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്തിരുന്നില്ല, ഈ നശിപ്പിക്കുകയായിരുന്നു. ഇത് എല്ലാം അടയെല്ലാം നമ്മളെടുത്ത് പിഴിഞ്ഞായിരുന്നു തേനെടുക്കുന്നത്. അപ്പോൾ തേനീച്ചകൾക്ക് വീണ്ടും പാടാണ്. വീണ്ടും വാക്സ് തേനീച്ചകൾക്ക് വാക്സ് ഉണ്ടാക്കാൻ 100 ഗ്രാം തേൻ കഴിച്ചാൽ 10 ഗ്രാം വാക്സ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അത്രത്തോളം തേൻ കിട്ടിയെങ്കിൽ മാത്രമേ ഇത് പുതിയതായിട്ട് വാക്സ് ഉണ്ടാക്കാനായിട്ട് തേനീച്ചകൾ ഈ അറകൾ തന്നെ തിരിച്ച് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കൊരു കൂട്ടിൽ നിന്ന് ഒരു സീസണിൽ 20 കിലോ വരെ തേൻ. വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നില്ല അല്ലേ? എങ്ങനെയുണ്ട് ഈ വർഷം? പിന്നെ തിരുവനന്തപുരത്ത് വിജയ് ടി ഹാളിൽ വെച്ച് നടന്ന തേനുത്സവത്തിൽ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയിൽ നിന്നും സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ചെറുതേനീച്ച കർഷകനുള്ള അവാർഡ് എനിക്ക് ലഭിച്ചു. അതിലേറെ സന്തോഷിക്കുന്നു. പിന്നെ അതുപോലൊപ്പം തന്നെ ഒരുപാട് കർഷകർക്ക് ഞങ്ങൾക്ക് കിട്ടുന്ന അറിവുകൾ പകർന്നു കൊടുക്കാനുള്ള ഒരു അനുഭവം കൂടിയായിരുന്നു ആ മേള. അതിൽ ലക്ഷക്കണക്കിന് രൂപയുടെ തേൻ ഞങ്ങൾക്ക് വിൽക്കാൻ കഴിഞ്ഞു. അത് ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. എല്ലാ കർഷകർക്കും, പല കർഷകരും ആ മേളകളിൽ പങ്കെടുത്തു. അവർക്ക് നന്നായിട്ട് തേൻ വിൽക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് അന്ന് നേതൃത്വം നൽകിയത് നമ്മുടെ സംഘടനയുടെ രക്ഷാധികാരിയായിട്ടുള്ള ഡോക്ടർ ദേവനേശൻ, അതുപോലെ തന്നെ നമ്മുടെ ജനറൽ സെക്രട്ടറി എ അബ്ദുൽ കലാം, പിന്നെ നമ്മുടെ ട്രഷറായിട്ടുള്ള ജോൺ സാറ്, പിന്നെ നമ്മുടെ മധുമിത്ര അവാർഡ് വിന്നറായിട്ടുള്ള നമ്മുടെ കാസർഗോഡ് ജില്ലക്കാരനായിട്ടുള്ള കെ തോമസ് പ്രസിഡന്റ്, ഇവരെല്ലാമാണ് അതിന് നേതൃത്വം നൽകിയത്. എന്തായാലും ഈ ഒരു സീസണിൽ നല്ലൊരു തേൻകാലം പ്രതീക്ഷിക്കാം അല്ലേ? ഈ ഒരു സീസണിൽ നല്ലൊരു തേൻകാലം പ്രതീക്ഷിക്കാം. ഇപ്പോൾ പെയ്യുന്ന മഴ നമുക്ക് പ്രശ്നമല്ല. ഇപ്പം കുറച്ച് കൂടുതൽ ഡിവൈഡ് ചെയ്യുന്നതിന് കുറച്ച് സമയം കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് ഏതായാലും ഞങ്ങൾക്ക് ഏകദേശം ഇവിടെ ഒരു 10-400ഓളം കൂട് ഉടൻ തന്നെ ഡിവൈഡ് ചെയ്ത രീതിയിൽ കിടക്കുകയാണ്. നമ്മുടെ കാർഷികോത്സവം കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ കൂടുകളെല്ലാം ഡിവൈഡ് ചെയ്ത് കർഷകർക്ക് കൊടുക്കുന്നതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കിവിടെ നിന്ന് പോകേണ്ട സമയമായി. എന്തായാലും നമ്മളിവിടെ വന്നു, ഒരു തേനീച്ച കോളനിയെ കണ്ടു, ശ്രീ ഗോപനെ പരിചയപ്പെട്ടു, ഒപ്പം അവയുടെ തേനും നമ്മളെടുത്തു. ഇവിടെ നിന്ന് വളരെ മനോഹരമായ ഈ ദൃശ്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം ഭാഗ്യത്തിന് നമ്മൾ തേനീച്ചയുടെ കുത്തും കടിയും ആർക്കും ഏറ്റിട്ടുമില്ല. അങ്ങനെ തേനീച്ചകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, ശ്രീ ഗോപനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തിരിച്ച് കാർഷികോത്സവത്തിലേക്ക് തന്നെ മടങ്ങിച്ചെല്ലാം. ഈ തേനീച്ച കോളനി എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു പ്രദർശനം കൂടിയാണ്. ഇപ്പോൾ ക്യൂനെയൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ച് തേനീച്ചകളെ റാണിയെ മാർക്ക് ചെയ്ത് നമുക്ക് എത്ര വർഷം വരെ സൂക്ഷിക്കാം, ആ റാണിയിൽ നിന്നുള്ള പിരിവ് വീണ്ടും എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർക്കിംഗ് സംവിധാനം അതുകൂടി ഈ ട്രെയിനിങ്ങിൽ നമ്മളിപ്പോൾ കാണിക്കുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മൾ അതേ മോഡലിലുള്ള വേറൊരു പെട്ടി ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ന്യൂട്ടൺ ടൈപ്പിലുള്ളൊരു പെട്ടി നമ്മൾ സംഘടിപ്പിക്കണം. അതേ അളവിലുള്ള ന്യൂട്ടൺ ടൈപ്പിലൊരു പെട്ടിയാണ്. ഇതിൽ 6 ഫ്രെയിമുകൾ ഉണ്ടായിരിക്കും. ഈ 6 ഫ്രെയിമുകളും നമ്മൾ എടുത്ത് മാറ്റിയതിന് ശേഷം നല്ല ശക്തിയുള്ള ഒരു തേനീച്ചക്കൂടിനെ വേണം നമ്മൾ പിന്നെ പിരിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. ഇതുപോലെ അടപ്പിലെല്ലാം നന്നായിട്ട് ഈച്ച വരുന്ന
ഒരു തേനീച്ചക്കൂടിനെ വേണം നമ്മൾ കോളനി വിഭജനത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ഈ തിരഞ്ഞെടുക്കുന്ന അവസരത്തിൽ ഈ തേനീച്ചക്കൂട്ടിൽ ഡ്രോണിൻ്റെ എണ്ണം ഉണ്ടായിരിക്കണം. ഡ്രോൺ ഈച്ചകൾ അല്ലെങ്കിൽ മടിയന്മാരായിട്ടുള്ള ഈച്ചകൾ ഈ കൂട്ടിൽ ഉണ്ടായിരിക്കണം. ഇതിനെ നമ്മളെടുത്ത് ഇങ്ങനെ കമഴ്ത്തി വെക്കുക. എന്നിട്ട് ഇതിന് ഫീഡിങ് കൊടുക്കുന്ന പ്ലേറ്റാണ്. ഇതിൽ പഞ്ചസാര സിറപ്പ് ക്ഷാമകാലത്ത് 250 ഗ്രാം പഞ്ചസാര ലായനി ചൂടാക്കി തണുപ്പിച്ച് അതിനകത്ത് മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നതിനുള്ള പാത്രമാണ്. ഇതിന് പകരം നമുക്ക് നമ്മുടെ സാധാരണ തേങ്ങയുടെ ചിരട്ട, മൂടി ചിരട്ട വേണമെങ്കിലും ഇതിന് പകരം നമുക്ക് ഉപയോഗിക്കാം. ഇടതു ഭാഗത്തു നിന്നാണ് നമ്മൾ ആദ്യമായിട്ട് അടകൾ എടുക്കേണ്ടത്. ഇടതു ഭാഗത്തു നിന്ന് ആദ്യം ഒരു അട എടുത്തതിന് ശേഷം അതിൽ റാണി ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഇതിൽ പൊതിഞ്ഞിരിക്കുന്ന തേനീച്ചകളെന്ന് പറയുന്നത് എല്ലാം വേലക്കാരി ഈച്ചകളാണ്. ഈ വേലക്കാരി ഈച്ചകളുടെ മുട്ടകളാണ് ഇങ്ങനെ സമാധിയായിട്ട് ഇതിനെ കാണുന്നത്. ഈ മുട്ടകൾ വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾ 21 ദിവസം ആകുമ്പോഴാണ് ഈ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്ത് വരുന്നത്. ഇതിൽ റാണി ഉണ്ടോ എന്ന് നമ്മൾ സശ്രദ്ധം നോക്കണം. നോക്കിയതിന് ശേഷം ഇതിനെ അടുത്ത പെട്ടിയിലേക്ക് അതിൻ്റെ അതേ സൈഡുകളിലേക്ക് തന്നെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് രണ്ടാമത്തതിനെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കണം. ഇതിൽ റാണി ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഒന്നിട വിട്ടുള്ള അടകളാണ് നമ്മൾ എടുക്കേണ്ടത്. മൂന്നാമത്തെ അട എടുക്കുന്നു. ഇതിൽ റാണി ഉണ്ടോ എന്ന് നമ്മൾ നോക്കി രണ്ടാമത്തെ പെട്ടിയിലേക്ക് മാറ്റി വയ്ക്കണം. ഇനി മൂന്നാമത്തെ ഇത് നമ്മൾ എടുത്ത് നോക്കിയതിന് ശേഷം റാണി ഉണ്ടോ എന്ന് നോക്കണം. നോക്കിയിട്ട് അതിനെ ഇപ്പുറത്ത് തട്ടിലോട്ട് മാറ്റി വയ്ക്കണം. നാലാമത്തെ അട എടുക്കുക. റാണി നമ്മൾ പിടിച്ചിരിക്കുകയാണ്. ഇതിനെ ഒരു മാർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു കിറ്റ് ഉണ്ട്, ജർമ്മൻ ടെക്നോളജി. ആ കിറ്റിലേക്ക് ഇടുക. 2 പെട്ടിയിലേക്കും തുല്യമായിട്ട് ഈച്ചകളെ നമ്മൾ വിഭജിച്ച് മാറ്റണം. പ്രിയമുള്ളവരെ, സന്മാർഗദായിനി സ്മാരക വായനശാല കടയ്ക്കലിലെ ചാണപ്പാറയിൽ നടത്തുന്ന കാർഷികോത്സവത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളിലും വിശേഷങ്ങളിലേക്കുമൊക്കെ നമുക്ക് കടന്നു ചെല്ലാം. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.